ഹായ് ഹലോ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ ഒരുപാട് നാളിന് ശേഷം ഒരു വീഡിയോ കൊണ്ട് വന്നേ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വർഷം ഞാൻ അങ്ങനെ വീഡിയോയും കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലെന്ന്. അപ്പോൾ എന്തിരുന്നാലും ഈ വർഷത്തെ ഒരു തുടക്കം നമ്മുടെ ഏഴംകുളത്തമ്മയുടെ മണ്ണിൽ നിന്നാവട്ടെ എന്ന് കരുതി കേട്ടോ. അങ്ങനെ ഇന്ന് നമ്മുടെ ഏഴംകുളത്തമ്മയ്ക്ക് കുംഭഭരണി മഹോത്സവം കേട്ടോ. അപ്പോൾ അതാണ്ട് നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആവട്ടെ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ഏഴംകുളത്തമ്പലത്തിലാണ്. ഇന്നിവിടെ കുംഭഭരണി മഹോത്സവമാണ്. അപ്പം ഇവിടെ ദാണ്ട് കെട്ടുകാഴ്ചകളൊക്കെ ഏകദേശം വന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്നപ്പോഴത്തേക്കിനും 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നല്ല മഴക്കോളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. വന്ന വഴിക്ക് പെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത്. എന്തായാലും വന്നതിന് ശേഷമാണ് മഴ പെയ്തത്. അപ്പോൾ ദാണ്ട് നമ്മുടെ തേരും കാര്യങ്ങളും ഒക്കെ ആ ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തേരിൻ്റെയും അതുപോലെ ഓരോ കെട്ടുകാഴ്ചയുടെ എടുത്ത് വന്ന് നമ്മുടെ ജീവിതയുമായിട്ട് തിരുമേനിമാരൊക്കെ വന്ന് നല്ലോണം സ്വീകരിക്കുക, അങ്ങനൊരു ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ആളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ മഴയൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. കാരണം ഒരു വർഷത്തെ ഏഴംകുളത്തെ ജനങ്ങളുടെ കാത്തിരിപ്പല്ലേ ഈ ഒരു കുംഭഭരണി മഹോത്സവം എന്ന് പറയുന്നത്. അങ്ങനെ ദാണ്ട് അമ്മ എഴുന്നള്ളിച്ചുകൊണ്ട് ഓരോ തേരിൻ്റെ എടുത്ത് ചെന്നിരുന്ന് നമ്മളിങ്ങനെ അനുഗ്രഹിക്കും കേട്ടോ. സ്വീകരിച്ച് അനുഗ്രഹിച്ച് അമ്മ വളരെ സന്തോഷവതിയായിട്ട് തിരിച്ചു വരും. അങ്ങനെ ഓരോ തേരിൻ്റെ അടുത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം തിരക്ക് കാരണം അടുത്തോട്ട് പോയിട്ട് എടുക്കാനൊക്കെ കൊണ്ടൊന്നും പറ്റിയില്ല. എന്നാലും എടുത്ത ഭാഗങ്ങളൊക്കെ ആട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. ഷോർട്ടായിട്ട് എടുത്തത് ഒരുമിച്ചിട്ടങ്ങ് ഇട്ടതാട്ടോ. അങ്ങനെ ദാണ്ട് എഴുന്നള്ളത്തും കാര്യങ്ങളൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പോൾ ദാണ്ട് ഈ വരുന്ന ആ ഒരു മുഹൂർത്തമൊക്കെ കണ്ടിരിക്കാനൊക്കെ കൊണ്ടൊക്കെ ഭയങ്കര ഭംഗിയാട്ടോ. അപ്പം കാണാൻ പറ്റാത്തവർക്കൊക്കെ കാണാനുള്ളൊരു അവസരം കൂടി തരികയാണ് കേട്ടോ. അങ്ങനെ ദാണ്ട് എഴുന്നള്ളത്തിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദാണ്ട് വലം വെച്ചുകൊണ്ട് ഓരോ തേരിൻ്റെ എടുത്ത് ചെന്ന് വലം വെച്ച് പ്രദക്ഷിണം വെച്ച് അവിടെ അന്നേരം ഇതിട്ടിങ്ങനെ കളിപ്പിക്കും കേട്ടോ. ആ സൈഡിലായിട്ട് വെച്ചിരിക്കുന്ന കയറയിൽ പിടിച്ച് കരക്കാർ ഇങ്ങനെ കളിപ്പിക്കും. അമ്മയുടെ മുമ്പിലിട്ട് ഇങ്ങനെ തുള്ളിക്കും. ഇത് ഗ്രൗണ്ടിനകത്തേക്ക് കയറ്റാൻ പറ്റാത്തതുകൊണ്ടാണ് ആ ഒരു ഭാഗത്തായിട്ട് അത് വലിയൊരു കണ്ടമാണ് കേട്ടോ. ആ കണ്ടത്തിനകത്താണ് എല്ലാ കെട്ടുരുപ്പടികളും കൊണ്ടുവന്ന് വെക്കുന്നത്. അങ്ങനെ ആ ഒരു സമയത്ത് നല്ലൊരു മഴ പെയ്തു. നമ്മളെല്ലാവരും കുറച്ച് നേരം നനഞ്ഞ് അവിടെ നിന്ന് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഈ വർഷം അമ്പലത്തിൽ പുതിയതായിട്ട് പണി കഴിപ്പിച്ച ക്ഷേത്രക്കുളമേ. അപ്പോൾ അതുകൊണ്ട് അതും അതിൻ്റെ ഇടയിൽ നമ്മൾ കാണുകയാണ്. അടുത്തോട്ട് ചെന്ന് നിന്ന് വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അതിന് ചുറ്റിലായിട്ട് ഇങ്ങനെ ഗേറ്റ് പോലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കിനും നല്ല വൈബും കാര്യങ്ങളും കേട്ടോ. അങ്ങനെ മഴയൊക്കെ തോന്നുന്ന സമയത്ത് നമ്മൾ തിരിച്ചിറങ്ങാനൊക്കെ ഉള്ള ആ ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഇങ്ങനെ ഒതുക്കുകയാണ് കേട്ടോ. അപ്പം ഇനി മുടങ്ങാതെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടാനൊക്കെ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.